ഇത് കുങ്കിപ്പാറ, കേരളത്തിൽ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം. കുങ്കിപ്പാറ എന്ന പേരിൽ മാത്രമേ പാറയുള്ളൂ. പാറ പോയിട്ട് ഒരു നുള്ള് മണ്ണ് പോലില്ലാത്ത ഗ്രാമം. ഏറ്റവും കൂടുതൽ മണ്ടന്മാർ താമസിക്കുന്ന ഗ്രാമം കൂടിയാണിത്. ഈ കാണുന്ന വീടാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ പിള്ളയച്ചൻ്റെ വീട്. വെറും പിള്ളയച്ചൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കോപം വരും. ത്രിവിക്രമ രാജപിള്ള, അതാണ് അയാളുടെ പേര്. 8 വീട്ടിൽ പിള്ളമാരുടെ ബന്ധുക്കളാണെന്നാണ് അവകാശവാദം. 8 വീട്ടിൽ പിള്ളമാർ ഇപ്പോൾ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് ഇയാൾക്ക് എന്തും പറയാമല്ലോ. കശേലിരുന്ന് പിച്ചും വീഴും പറയുന്ന ഈ സ്ത്രീയാണ് പിള്ളയച്ചൻ്റെ ഭാര്യയായ ശാന്തകുമാരി അമ്മ. പേരിൽ ശാന്തതയുണ്ടെങ്കിലും ഈ പഞ്ചായത്ത് എന്നല്ല, ഈ സംസ്ഥാനത്ത് തന്നെ ഇത്രയും നാറിയോ സ്ത്രീ ഉണ്ടാവില്ല. അമ്മമാരും പെങ്ങന്മാരും ഒന്ന് ക്ഷമിക്കണം. ഫെമിനിസ്റ്റ് ചേച്ചിമാരെ വഴക്കിടാൻ വരില്ലേ. ഈ കയറി വരുന്നവനാണ് ഇവിടുത്തെ കാര്യസ്ഥൻ രംഗൻ. ഒരു കാര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു അസ്ഥൻ. ഈ ആട്ടിയത് എന്തിനായിരിക്കും? എനിക്കറിയില്ല. ഈ പൊട്ടന് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് പിള്ളേച്ചൻ്റെ മൂത്ത. ക്ഷമിക്കണം, ഈ നടന്നു വരുന്ന കിഴങ്ങനെ കണ്ടോ? ഇതാണ് പിള്ളേച്ചൻ്റെ മൂത്ത പുത്രൻ. വെല്ലോം തരണമ്മാ, അമ്മ വെല്ലോം തരണമ്മാ, അമ്മ. ഇത്രയും ദാനധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനെ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. വെല്ലോം തരണമ്മാ, അമ്മ വെല്ലോം തരണമ്മാ, അമ്മ വെല്ലോം തരണേ അമ്മ. കണ്ടല്ലോ, ഇവനാണ് ധർമ്മരാജൻ. ഒരു മിനിറ്റ്, അവിടെ എന്തോ ഒരു പന്തി കേട്ടിട്ടുണ്ടല്ലോ. നശിച്ചവൻ, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന നറി മൊത്തത്തിൽ കൊണ്ടുപോയി. ഒരു ഫുള്ള് വാങ്ങാൻ വെച്ച പൈസയാ ആ നായീൻ്റെ. ഇന്നത്തെ മൂടും പോയി. ഇനിയിപ്പോൾ നാളെ തണ്ട. മൊത്തം തട്ടിപ്പുകാരാ. ഈ നാട് നന്നാവൂല. അടി സക്കേ, എന്ത് പറയാനാ. നല്ല ഒരു ഒന്നാന്തരം തെണ്ടി. മുടിഞ്ഞു പോടാ നീ. അയ്യോ, അമ്മ എന്നാ പണിയാ കാണിച്ചത്. എല്ലാ ദിവസവും 5 കുറ്റി പുട്ടാ തരാറ്. ഇന്ന് 3 ആക്കി. റേഷൻ വെട്ടി കുറച്ചു. അമ്മേ, ഇതെന്നാ പണിയാ കാണിച്ചേ? നാളെ മുതൽ എനിക്ക് 5 കുറ്റി പുട്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ പ്ലേറ്റോടെ തിന്നും. ആരും ഞെട്ടണ്ട. പിന്നെ പഴം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ വലിച്ചു വാരി പുട്ട് അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റുന്ന ആർത്തി ഭണ്ഡാരമാണ് പിള്ളയച്ചൻ്റെ 2ാമത്തെ പടുവാഴ, വീരരേണു ചന്ദ്രപിള്ള. തീറ്റ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി അല്ല, അത് ഒരു തപസ്യയാണ്. പിള്ളയച്ചൻ്റെ 3ാമത്തെ പാഴ എവിടെ പോയി? അവൻ ആ റോഡിലുണ്ടാവും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വാണം വെട്ടി കളിക്കുന്ന മരഊളയാണ് പിള്ളയച്ചൻ്റെ 3ാമത്തെ പുത്രൻ ഫൽഗുണൻ പിള്ള. ഇവൻ കാരണം ഈ പഞ്ചായത്തിലെ മുതുകിളവിമാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. തലയിൽ കൊണ്ട കല്ല അവൻ്റെ മറ്റേത് കൊണ്ടിരുന്നെങ്കിൽ നാട്ടിലെ സ്ത്രീകൾ രസോട്ടാണ്. അതെങ്ങനെയാ മത്തം കുത്തിക്കഴിഞ്ഞാൽ കുമ്പളം മുളക്കുമോ? ഇതാണ് പിള്ളയച്ചൻ്റെ 4ാമത്തെ പാഴ്ശ്രമം. ഇവനോളം സൗന്ദര്യം മമ്മൂട്ടിക്ക് പോലും ഇല്ല എന്നാണ് ഇവൻ്റെ വിചാരം. ഈ കരിഞ്ഞവനെ ശാന്തകുമാരി അമ്മ പോലും ഇടയ്ക്ക് കണ്ട് പേടിക്കാറുണ്ടെന്നാണ് കരക്കമ്പി. സിനിമയാണ് ഇവൻ്റെ ലക്ഷ്യം. ഇനിയൊരു ഒടുക്കത്തെ സന്തതി കൂടിയുണ്ട് പിള്ളയച്ചന്. അതൊരു പെൺകുട്ടിയാണ്. അവൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരിക്കുക. അവളെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് പിള്ളയച്ചൻ്റെ പിള്ളേർ. ഈ 5 എണ്ണത്തിനും 5 സ്വഭാവമാണെങ്കിലും 2 കാര്യത്തിൽ ഇവർക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഒന്ന് അടി, പിന്നെ അറിയാമല്ലോ. ഇതാണ് വിപ്ലവൻ നായർ.
പിള്ളേച്ചൻ്റെ പെങ്ങളുടെ മകൻ. ഈ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള വഴക്ക് ഇവിടുത്തെ പഴംപൊരി പോലെ പ്രസിദ്ധമാണ്. പഴംപൊരിയുടെ കഥ ഞാൻ പിന്നെ പറയാം. ആരില്ലട ഇവിടെ? ഇറങ്ങി വേള. എന്താടാ പേടിച്ചോടുക? ആരാ ഇവിടെ വല വിരിച്ചത്? എന്റെ അമ്മാവന്റെ മക്കളായതുകൊണ്ട് ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചു. നാളെ വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഈ വീട് കാലിയാക്കിയില്ലെങ്കിൽ എന്റെ മകനായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. ഗജേന്ദ്ര, ഈ ഒടിഞ്ഞ പെൻസിൽ കൊണ്ടുവന്നാ നമ്മളെ ഇവിടെ നിന്ന് കുടിയിറക്കാൻ പോകുന്നത്. ഓ ഇങ്ങ വാ. നീ ആ വിവേകൊന്നും കാണിക്കണ്ട, പിള്ളേരല്ലേ, വിട്ടേക്ക്. കാടിന്റെ മക്കളുടെ ശങ്കറിനെ പോലെ അതെ, നമ്മളെന്തിനാ സംസാരിച്ച് സമയം കളയണേ? അവനെ തല്ലി ഓടിക്കുമല്ലേ? ഗജേന്ദ്ര, എന്നെയും കൂടി കൊണ്ടുപോകും. എടാ നിന്നെ കഴിഞ്ഞ് കാണിച്ചു തരടാ. തിരിഞ്ഞു നോക്കല്ലോ. ഓ എന്റെ ഓട്ടം കണ്ട മമ്മൂട്ടിയാന്നാ വിചാരം. അപ്പനമ്മനോട് ഞൊട്ടാൻ വന്നേക്കുന്നു. അല്ല വീര, അവന്മാര് വെറുതെ ഇരിക്കത്തില്ല, നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഹലോ, ആരാ? എന്ത് പറ്റിയില്ലേട്ടാ? എന്താ ഏട്ടാ കാര്യം? എന്താ പറ. അവന്മാര് നമ്മുടെ ഗോഡൗൺ തീയിട്ടു. അവരെ വെറുതെ വെച്ചേക്കല്ലേ, വിടരുത്. വാടാ.